Hi everyone, welcome to Saira Learnings. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ എന്ന സബ്ജക്റ്റിലെ അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നെറ്റ് എക്സാമിനാണെന്നുണ്ടെങ്കിലും സാധാരണ രീതിയിൽ അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എന്താണ് അഡ്രസ്സിംഗ് മോഡ്, ഏതെല്ലാം ടൈപ്പിലുള്ള അഡ്രസ്സിംഗ് മോഡ്സ് വരുന്നുണ്ട്, അതിൻ്റെ ജസ്റ്റ് ഒരു ഓവർവ്യൂ ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ എന്താണ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദ ടേം അഡ്രസ്സിംഗ് മോഡ്സ് റെഫേഴ്സ് ടു ദി വേ ഇൻ വിച്ച് ദി ഓപ്പറൻഡ് ഓഫ് ആൻ ഇൻസ്ട്രക്ഷൻ ഈസ് സ്പെസിഫൈഡ്. ദ അഡ്രസ്സിംഗ് മോഡ് സ്പെസിഫൈസ് എ റൂൾ ഫോർ interpreting or modifying the address field of the instruction before the operand is actually executed. നമുക്ക് ഡെഫിനിഷൻ വൈസ് അങ്ങനെ പറയാം. ഒരു അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷന്റെ അകത്ത് ഓപ്പറൻഡിനെ സ്പെസിഫൈ ചെയ്യും. ഈ ഓപ്പറൻഡിന്റെ ലൊക്കേഷനെ കാണിക്കുന്ന വേരിയസ് വേസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. അതായത് ഒറിജിനൽ ഓപ്പറൻഡിന്റെ അഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഇൻസ്ട്രക്ഷനിൽ വന്നിട്ടുള്ള ആ അഡ്രസ് ഫീൽഡിലുള്ള അഡ്രസ്സിൽ വരുത്തുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ മോഡിഫിക്കേഷനെയാണ് നമ്മൾ അഡ്രസ്സിംഗ് മോഡ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഏതെല്ലാം ടൈപ്പിലുള്ള അഡ്രസ്സിംഗ് മോഡ്സുകൾ വരുന്നുണ്ട്? ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് വരുന്നുണ്ട്, രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ് വരുന്നുണ്ട്, ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്സ് വരുന്നുണ്ട്, രജിസ്റ്റർ ബേസ്ഡ് ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് വരുന്നുണ്ട്, രജിസ്റ്റർ റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ് വരുന്നുണ്ട്, ബേസ് ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ് വരുന്നുണ്ട്, റിലേറ്റീവ് ബേസ്ഡ് ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ് വരുന്നുണ്ട്, ഇംപ്ലൈഡ് അഡ്രസ്സിംഗ് മോഡ്സ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വേരിയസ് ടൈപ്സ് ഓഫ് അഡ്രസ്സിംഗ് മോഡ്സ് വരുന്നുണ്ട്. ഇനി എന്താണ് ഇംപ്ലൈഡ് അഡ്രസ്സിംഗ് മോഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇംപ്ലൈഡ് അഡ്രസ്സിംഗ് മോഡില് ആ ഇൻസ്ട്രക്ഷന് ഉള്ളിൽ തന്നെ ഇംപ്ലൈഡ് ആയിട്ട് ഓപ്പറൻഡിനെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അത്തരത്തിലുള്ള അഡ്രസ്സിംഗ് മോഡാണ് ഇംപ്ലൈഡ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ദാറ്റ് മീൻസ് ഇൻ ദിസ് അഡ്രസ്സിംഗ് മോഡ് ദ ഡെഫിനിഷൻ ഓഫ് ദി ഇൻസ്ട്രക്ഷൻ ഇറ്റ്സെൽഫ് സ്പെസിഫൈ ദി ഓപ്പറൻസ് ഇംപ്ലിസിറ്റ്ലി. അപ്പോൾ നമ്മൾ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഓപ്പറൻഡിനെ ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അത് ഇംപ്ലൈഡ് ആയിട്ട് തന്നെ ആ ഇൻസ്ട്രക്ഷന് ഉള്ളിൽ തന്നെ ഓപ്പറൻഡ് ഉണ്ടായിരിക്കും. സോ അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഇംപ്ലിസിറ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് CMA, RRC, RLC എന്നൊക്കെ പറയുന്നത്. അവിടെ അക്യുമുലേറ്ററിലാണ് ആ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. അതിനെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. സോ സീറോ അഡ്രസ് ഇൻസ്ട്രക്ഷനിലൊക്കെ ആ ഒരു ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് ഒക്കെ ഇംപ്ലൈഡ് അഡ്രസ്സിംഗ് മോഡ്സിൽ ഇതിൽ വരുന്നതാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. സോ ഇതാണ് ഇംപ്ലൈഡ് അഡ്രസ്സിംഗ് മോഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതാണ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്. ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദ ഓപ്പറൻഡ് ഈസ് സ്പെസിഫൈഡ് ഇൻ ദി ഇൻസ്ട്രക്ഷൻ എക്സ്പ്ലിസിറ്റ്ലി. ഓക്കെ, നേരത്തെ നമ്മൾ ആ ഒരു ഇൻസ്ട്രക്ഷന് ഉള്ളിൽ തന്നെ ഡിഫൈൻ ചെയ്തതായിരുന്നു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, എക്സ്പ്ലിസിറ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷെ അതൊരു ഡയറക്റ്റ് വാല്യൂ ആയിരിക്കും. ഓക്കെ, സോ ഇൻസ്റ്റെഡ് ഓഫ് അഡ്രസ് ഫീൽഡ് ആൻഡ് ഓപ്പറൻഡ് ഫീൽഡ് ഈസ് പ്രസന്റ് ദാറ്റ് കണ്ടെയ്ൻസ് ദി ഓപ്പറൻഡ്. ആ അഡ്രസ് ഫീൽഡിന്റെ പാർട്ടിൽ ഒരു ഡയറക്റ്റ് വാല്യൂ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അതായത് ഒരു ആക്ച്വൽ ഓപ്പറൻഡിനെ അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. സോ അതിന് എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ ആഡ് 10, ഇറ്റ് വിൽ ഇൻക്രിമെന്റ് ദി വാല്യൂ സ്റ്റോർഡ് ഇൻ ദി അക്യുമുലേറ്റർ ബൈ 10. ഓക്കെ, അതായത് അക്യുമുലേറ്ററിലുള്ള വാല്യൂ എന്താണോ അതിന്റെ കൂടെ 10 കൂടി ആഡ് ചെയ്തിട്ടായിരിക്കും വാല്യൂ സ്റ്റോർ ചെയ്യുന്നത്. ദെൻ മൂവ് 6 #20 എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഈ ഹാഷ് വാല്യൂ ഉള്ളത് കൊണ്ടാണ്, ഈ ഹാഷ് എന്നുള്ള സിമ്പിൾ ഉള്ളത് കൊണ്ട് നമുക്ക് പറയാം 20 എന്ന് പറയുന്നത് എന്താണ്, ആക്ച്വൽ ഓപ്പറൻഡ് ആണ്, അതായത് ഒരു ഡയറക്റ്റ് വാല്യൂ ആണ്. ഓക്കെ, സോ ഇറ്റ് വിൽ ഇനീഷ്യലൈസ് ദി രജിസ്റ്റർ R ടു എ കോൺസ്റ്റന്റ് വാല്യൂ 20. രജിസ്റ്റർ R എന്ന് പറയുന്നതിലേക്ക്
20 എന്നുള്ള വാല്യൂ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ഓക്കെ, സോ ഇവിടെ ഈ ഒരു ആഷ് വാല്യൂ വരുന്നത് കൊണ്ടാണ് നമ്മളത് ആക്ച്വൽ വാല്യൂ അല്ലെങ്കിൽ ഡയറക്റ്റ് ഓപ്പറന്റ് ആണ് എന്ന് പറയാം. അവിടെ നമ്മൾ ഇപ്പോൾ ആഷ് ഇല്ല എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, ഒരു ലൊക്കേഷൻ, ഒരു അഡ്രസ് ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, സ്പെസിഫൈ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ ഇതാണ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്. അപ്പൊ നമ്മൾ ഇംപ്ലൈഡ് പറഞ്ഞു, അത് ഇംപ്ലിസിറ്റ്ലി ഡിഫൈൻ ചെയ്യും ഓപ്പറന്റിനെ. ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡിന്റെ കേസിലാണെങ്കിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ആക്ച്വൽ ഓപ്പറന്റ് എന്താണോ അതിന്റെ വാല്യൂ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്തൊരു അഡ്രസ്സിംഗ് മോഡാണ് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ നമുക്ക് അബ്സല്യൂട്ട് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഇമ്മീഡിയറ്റിനെ പോലെ തന്നെ നമുക്ക് തോന്നും. ഓക്കെ, അവിടെ നമ്മൾ പറഞ്ഞു ഇമ്മീഡിയറ്റിന്റെ കേസിലാണെങ്കിൽ ഒരു ഹാഷ് എന്ന് പറയുന്ന ആ ഒരു സിമ്പിൾ വെച്ചുകൊണ്ടാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോഴാണ് അതൊരു ആക്ച്വൽ ഓപ്പറന്റ് ആയിട്ട് വരുന്നത്. ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിന്റെ കേസിൽ എങ്ങനെയാണ് വരുന്നത്? ദ അഡ്രസ് ഫീൽഡ് ഓഫ് ദി ഇൻസ്ട്രക്ഷൻ കണ്ടെയ്ൻസ് ദി എഫക്റ്റീവ് അഡ്രസ് ഓഫ് ദി ഓപ്പറന്റ്. ഓപ്പറന്റിന്റെ എഫക്റ്റീവ് അഡ്രസ് ആയിരിക്കും ഈ ഇൻസ്ട്രക്ഷന്റെ ഓപ്പറന്റ് പാർട്ടിൽ വരുന്നത്. ഓക്കെ, സോ ദ ഓൺലി വൺ റെഫറൻസ് ടു മെമ്മറി ഇസ് റിക്വയർഡ് ടു ഫെച്ച് ദി ഓപ്പറന്റ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് അബ്സല്യൂട്ട് അഡ്രസ്സിംഗ് മോഡ്. ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിനെ അബ്സല്യൂട്ട് അഡ്രസ്സിംഗ് മോഡ് എന്ന് കൂടി നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻ നോക്കിയാൽ നമുക്കറിയാം, ഇവിടെ ഓപ്പ് കോഡ് പാർട്ട്, അഡ്രസ് പാർട്ടിൽ ഒരു എ എന്ന് പറയുന്ന ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ എ എന്ന് പറയുന്ന ഈ ഒരു പൊസിഷനിൽ, ഈ ഒരു അഡ്രസ്സിൽ, നമ്മൾ മെമ്മറിയിലുള്ള എ എന്ന് പറയുന്ന ഈ ഒരു ലൊക്കേഷനിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പറന്റിനെ ഫെച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ആഡ് R1 4000 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ 4000 എന്ന് പറയുന്നത് എന്താണ്, ഓപ്പറന്റിന്റെ എഫക്റ്റീവ് അഡ്രസ്സിനെയാണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, ആ 4000 എന്ന് പറയുന്ന ലൊക്കേഷനിൽ പോയി നോക്കിയാലാണ് ആക്ച്വൽ ഓപ്പറന്റിനെ കിട്ടുന്നുള്ളൂ. സോ അതാണ് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് അല്ലെങ്കിൽ അബ്സല്യൂട്ട് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. ഇനി ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ആ ഒരു പേര് കേട്ടാൽ തന്നെ നമുക്കറിയാം അത് ഇൻഡയറക്റ്റ് ആണ്. ഓക്കെ, സോ ഇൻ ദിസ് അഡ്രസ്സിംഗ് മോഡ് the address field of the instruction specifies the address of memory location that contains the effective address of the operand. Okay, അതായത് ഈ ഓപ്പറന്റ് പാർട്ടില്, ഇൻസ്ട്രക്ഷന്റെ ഓപ്പറന്റ് പാർട്ട് അല്ലെങ്കിൽ അഡ്രസ് പാർട്ടില് മെമ്മറി ലൊക്കേഷനിലുള്ള ഒരു അഡ്രസ് ഓഫ് ദി മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും ഇവിടെ കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, എ എന്ന് പറയുന്നത് ഒരു അഡ്രസ്സാണ്, മെമ്മറിന്റെ ഒരു അഡ്രസ്സാണ്. ഓക്കെ, ആ ലൊക്കേഷനിൽ നമ്മൾ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ ആക്ച്വൽ ഓപ്പറന്റിന്റെ എഫക്റ്റീവ് അഡ്രസ്സ് കിട്ടും. സോ ഈ ഒരു അഡ്രസ്സിൽ വീണ്ടും പോയി നോക്കിയാലാണ് എന്ത് ചെയ്യുന്നത്, ഓപ്പറന്റിനെ ഫെച്ച് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അതായത് അഡ്രസ് ഫീൽഡിൽ, ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് ഫീൽഡിൽ കൊടുത്തിട്ടുള്ളത് മെമ്മറിയിലുള്ള ഒരു ലൊക്കേഷൻ ആയിരിക്കും. ആ ലൊക്കേഷനിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ എഫക്റ്റീവ് അഡ്രസ് ഓഫ് ദി ഓപ്പറന്റ് കിട്ടും. ദെൻ ആ അഡ്രസ്സിൽ പോയി നോക്കിയാലാണ് എന്ത് കിട്ടുന്നത്, ആക്ച്വൽ ഓപ്പറന്റിനെ കിട്ടുന്നത്. ഓക്കെ, സോ നമുക്കതിന് എക്സാമ്പിൾ ആയിട്ട് ഇവിടെ മൂവ് AX BX എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ദ മെമ്മറി ലൊക്കേഷൻ സ്പെസിഫൈഡ് ബൈ ദി കണ്ടന്റ് ഓഫ് ദി BX register is accessed to obtain the actual address of the operand. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു നമ്മൾ ബ്രാക്കറ്റിൽ അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കുമ്പോൾ അത് ഒരു അഡ്രസ്സാണ് കാണിക്കുന്നത്. ആ അഡ്രസ്സിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, മെമ്മറിയിലുള്ള ആ ലൊക്കേഷനിൽ മറ്റൊരു എഫക്റ്റീവ് അഡ്രസ് ആയിരിക്കും അത്. ആ അഡ്രസ്സിൽ പോയി നോക്കിയാലാണ് ആക്ച്വൽ ഓപ്പറന്റിനെ ഫെച്ച് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇതാണ് ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിൽ ഡയറക്റ്റ് ആയിട്ട് അഡ്രസ്സിനെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതായത് അഡ്രസ് പാർട്ടിൽ ഒരു അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ അഡ്രസ്സ് പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ ഓപ്പറന്റിനെ ഫെച്ച് ചെയ്യാം. ഇനി ഇൻഡയറക്റ്റിന്റെ കേസിൽ അഡ്രസ് പാർട്ടിലുള്ള അവിടെയുള്ള അഡ്രസ്സിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു എഫക്റ്റീവ് അഡ്രസ്സ് കിട്ടുകയും അതിൽ നിന്നാണ് ആ ഒരു എഫക്റ്റീവ് അഡ്രസ്സ് പോയി നോക്കിയിട്ട് അതിൽ നിന്നാണ് ആക്ച്വൽ ഓപ്പറന്റിനെ കിട്ടുന്നത്. അടുത്തതാണ് രജിസ്റ്റർ ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. ഓക്കെ, ഇത് മറ്റൊന്നില്ല, അഡ്രസ് പാർട്ടിൽ ഒരു രജിസ്റ്ററിനെ ആയിരിക്കും കാണിച്ചിട്ടുണ്ടായിരിക്കുക. ഓക്കെ, ദാറ്റ് ഈസ് ദ ഓപ്പറന്റ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ എ രജിസ്റ്റർ സെറ്റ്.
ഓക്കെ, രജിസ്റ്ററിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഓപ്പറന്റ് പാർട്ട് രജിസ്റ്ററിലായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ ആ രജിസ്റ്ററിനാണ് എടുക്കാൻ പറ്റുന്നത്. The address field of the instruction refer to a CPU register that contains the operand. No reference to memory is required to fetch the operand. Okay, ഒരു മെമ്മറി റെഫറൻസ് ആവശ്യമില്ല. ഇവിടെ ഓപ്പറന്റ് രജിസ്റ്ററിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്, ഫെച്ച് ചെയ്യുന്നത്. അതാണ് രജിസ്റ്റർ ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. നേരത്തെ നമ്മൾ പിന്നെ ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞപ്പോൾ ഡയറക്റ്റ് ആയിട്ട് മെമ്മറിയുടെ ഒരു അഡ്രസ്, മെമ്മറി ഒരു ലൊക്കേഷനിൽ പോയിട്ട് ഫെച്ച് ചെയ്തെടുക്കുകയാണ്. ഇവിടെ രജിസ്റ്റർ ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞാൽ ആ അഡ്രസ് പാർട്ടിൽ ഒരു രജിസ്റ്ററിന്റെ വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. അവിടെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു പ്രോസസർ രജിസ്റ്ററിലാണെന്ന് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഓപ്പറന്റിനെ കിട്ടുന്നത്. അപ്പൊ അതാണ് രജിസ്റ്റർ ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. ഇനി രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ, ഇവിടെ രജിസ്റ്ററിൽ ഹോൾഡ് ചെയ്തിട്ടുണ്ടാവല് എന്ത് ചെയ്യുന്നത്, ഒരു അഡ്രസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ അഡ്രസ് എന്ന് പറയുന്നത് ഇത് ആക്ച്വലി പോയിന്റർ ടു മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും. ഓക്കെ, രജിസ്റ്ററിൽ ഒരു അഡ്രസ് ആയിരിക്കും ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ആ അഡ്രസ്സിൽ രജിസ്റ്റർ സെറ്റിൽ ആ ഒരു അഡ്രസ്സിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ നമുക്കൊരു പിന്നെ ഒരു എഫക്റ്റീവ് അഡ്രസ് മെമ്മറിയിലേക്ക് പോയിന്റ് ചെയ്യുന്ന ഒരു ലൊക്കേഷൻ വാല്യൂ ആയിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക, സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. അതിൽ പോയി നോക്കുമ്പോൾ മെമ്മറിയിൽ ആ ലൊക്കേഷനിൽ പോയി നോക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഓപ്പറന്റിനെ ഫെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഓക്കെ, സോ ദ അഡ്രസ് ഫീൽഡ് ഓഫ് ദി ഇൻസ്ട്രക്ഷൻ റെഫേഴ്സ് ടു a CPU രജിസ്റ്റർ ദാറ്റ് കണ്ടെയ്ൻസ് ദി എഫക്റ്റീവ് അഡ്രസ് ഓഫ് ദി ഓപ്പറന്റ്. ഓപ്പറന്റിന്റെ എഫക്റ്റീവ് അഡ്രസ്സിനെ ആയിരിക്കും ഈ പ്രോസസർ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കുക. അത് ആ ഒരു അഡ്രസ്സിൽ പോയി നോക്കുമ്പോൾ ആണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഓപ്പറന്റിനെ മീൻസ് കമ്പ്യൂട്ടറിൽ അതിന് ഓപ്പറന്റിനെ ഫെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഓക്കെ, സോ ഓൺലി വൺ റെഫറൻസ് ടു മെമ്മറി ഈസ് റിക്വയർഡ് ടു ഫെച്ച് ദി ഓപ്പറന്റ്. സോ ഇതാണ് രജിസ്റ്റർ ഇൻഡയറക്റ്റ്. ഇനി വരുന്ന അഡ്രസ്സിംഗ് മോഡുകളാണ് റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ്, അതുപോലെ തന്നെ ബേസ് അഡ്രസ്സിംഗ് മോഡ് എന്നൊക്കെ പറയുന്നത്. ഇവിടെ എഫക്റ്റീവ് അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, സോ എഫക്റ്റീവ് അഡ്രസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ the effective address of the operand is obtained by adding the content of program counter with the address part of the instruction. Okay, adding the content of program counter with the address part of the instruction. So relative addressing mode in the case effective address കിട്ടുന്നത് അഡ്രസ് പാർട്ടും അതിന്റെ കൂടെ പ്രോഗ്രാം കൗണ്ടറിലെ കണ്ടന്റ് എന്താണോ അതുകൂടി ആഡ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, അതാണ് റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡിന്റെ കേസിൽ നമ്മളോട് ഈ റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ്, അതുപോലെ തന്നെ ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ്, ബേസ് അഡ്രസ്സിംഗ് മോഡ് എന്നൊക്കെ പറയുന്ന സമയത്ത് അത് ഈ നമുക്ക് നെറ്റ് എക്സാമിനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടുത്തെ ഏതിനോട് കൂടിയിട്ടാണ് അല്ലെങ്കിൽ ഏതിന്റെ കണ്ടന്റും അഡ്രസ് പാർട്ട് കൂടിയാണ് ആഡ് ചെയ്യുന്നത് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, സോ അത് നമുക്കറിയണം. റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡിന്റെ കേസിൽ വരുന്നത് പ്രോഗ്രാം കൗണ്ടറിലെ കണ്ടന്റും അഡ്രസ് പാർട്ട് ഓഫ് ദി ഇൻസ്ട്രക്ഷൻ കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ആഡ് ചെയ്തിട്ടാണ് എഫക്റ്റീവ് അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡിന്റെ കേസിലാണെന്നുണ്ടെങ്കിലോ, ഇവിടെ എഫക്റ്റീവ് അഡ്രസ് ഓഫ് ദി ഓപ്പറന്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ആഡിംഗ് ദി കണ്ടന്റ് ഓഫ് ഇൻഡെക്സ് രജിസ്റ്റർ വിത്ത് ദി അഡ്രസ് പാർട്ട് ഓഫ് ദി ഇൻസ്ട്രക്ഷൻ. ഓക്കെ, ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് പാർട്ടും ഇൻഡെക്സ് രജിസ്റ്ററിലെ കണ്ടന്റ് കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ആഡ് ചെയ്യുന്നത്. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ പ്രോഗ്രാം കൗണ്ടറിലെ കണ്ടന്റും അഡ്രസ് കൂടിയാണ് അഡ്രസ് പാർട്ട് ഓഫ് ദി ഇൻസ്ട്രക്ഷൻ കൂടിയാണ് ആഡ് ചെയ്തിട്ടാണ് എഫക്റ്റീവ് അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ എഫക്റ്റീവ് അഡ്രസ് ഇൻഡെക്സ് രജിസ്റ്ററിലെ കണ്ടന്റും അഡ്രസ് പാർട്ട് കൂടി ആഡ് ചെയ്തിട്ടാണ് വരുന്നത്. ഇനി ബേസ് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡിന്റെ കേസിലാണെന്നുണ്ടെങ്കിലോ, ഹിയർ ദ എഫക്റ്റീവ് അഡ്രസ് ഓഫ് ദി ഓപ്പറന്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ആഡിംഗ് ദി കണ്ടന്റ് ഓഫ് ബേസ് രജിസ്റ്റർ വിത്ത് ദി അഡ്രസ് പാർട്ട് ഓഫ് ദി ഇൻസ്ട്രക്ഷൻ. ഓക്കെ, ബേസ് രജിസ്റ്ററിലെ കണ്ടന്റും അഡ്രസ് പാർട്ട് കൂടി ആഡ് ചെയ്തിട്ടാണ് എഫക്റ്റീവ് അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ബേസ് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്, അതുപോലെ തന്നെ ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ്, റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ്. റിലേറ്റീവ് അഡ്രസ്സിംഗിൽ പ്രോഗ്രാം കൗണ്ടർ പ്ലസ് കണ്ടന്റ് ഓഫ് ദി
content of the program counter plus address of the instruction. Then ഇൻഡെക്സിലാണെന്നുണ്ടെങ്കിൽ ഇൻഡെക്സ് രജിസ്റ്ററിലെ കണ്ടന്റും അഡ്രസ് പാർട്ട് ഓഫ് ദി ഇൻസ്ട്രക്ഷന്. അതുപോലെ തന്നെ ബേസ് രജിസ്റ്ററിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ബേസ് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡിന്റെ കേസിലാണെങ്കിൽ ബേസ് രജിസ്റ്ററിലെ കണ്ടന്റും അഡ്രസ് പാർട്ട് ഓഫ് ദി ഇൻസ്ട്രക്ഷൻ അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു രജിസ്റ്റേഴ്സിന്റെ പേര് ഓരോന്നും ഓർത്തു വെക്കുക. അടുത്തതാണ് ഓട്ടോ ഇൻക്രിമെന്റ് അഡ്രസ്സിംഗ് മോഡ്. ഓക്കെ, ഇനി നമ്മളിപ്പോ നേരത്തെ ലിസ്റ്റ് ചെയ്തപ്പോൾ അതിൽ പറയാത്ത ഒരാളാണ് ഓട്ടോ ഇൻക്രിമെന്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ഓട്ടോ ഇൻക്രിമെന്റ് അഡ്രസ്സിംഗ് മോഡിന്റെ കേസിൽ എന്താണ്? ദിസ് അഡ്രസ്സിംഗ് മോഡ് ഈസ് സ്പെഷ്യൽ കേസ് ഓഫ് രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. ഓക്കെ, ഇത് രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിന്റെ ഒരു സ്പെഷ്യൽ കേസ് ആണെന്ന് പറയാൻ പറ്റും. ഇവിടെ എഫക്റ്റീവ് അഡ്രസ് ഓഫ് ദി ഓപ്പറന്റ് എന്ന് പറയുന്നത് കണ്ടന്റ് ഓഫ് രജിസ്റ്റർ. രജിസ്റ്ററിലെ കണ്ടന്റ് എന്താണോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? effective address of the operand. Okay, in this addressing mode, after accessing the operand, the content of the register is automatically incremented by step size d. Okay, here step size d depends on the size of the operand accessed. Okay, only one reference to memory is required to fetch the operand. Okay, നമുക്കതൊരു അതിന്റെ എക്സാമ്പിൾ വെച്ചുകൊണ്ട് നോക്കിയാൽ മതി. ഇവിടെ ഓട്ടോ ഇൻക്രിമെന്റ് മോഡില് നമ്മുടെ അഡ്രസ് പാർട്ടിൽ ഇവിടെ ഒരു രജിസ്റ്ററിൽ നമ്മൾ പറഞ്ഞു രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡാണെന്ന്. അപ്പൊ അതായത് ഇവിടെ രജിസ്റ്ററിൽ ഒരു അഡ്രസ്സിനെ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഈ അഡ്രസ്സ് അതായത് ഈ ഒരു അഡ്രസ്സ് എന്ന് പറയുന്നത് പോയിന്റർ ടു മെമ്മറി ഒരു ലൊക്കേഷനിലേക്കായിരിക്കും. അപ്പൊ ഇവിടെ ഇപ്പോ 3300 എന്ന് പറയുന്ന ഈ ഒരു ലൊക്കേഷനിൽ operand ഉണ്ട് 6b എന്ന് പറയുന്നത്. ഓക്കെ, then after fetching this operand, the instruction register or auto will automatically incremented by 2. ഓക്കെ, ഈ വാല്യൂ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി 2 ഇൻക്രിമെന്റ് ചെയ്യും. ഇവിടെ നമ്മൾ മെമ്മറിന്റെ അഡ്രസ് 2 ഇൻക്രിമെന്റ് ചെയ്യുന്ന രീതിയിലാണ്. നമുക്കത് എങ്ങനെയെന്നൊക്കെ അറിയാം. ഓക്കെ, മെമ്മറിന്റെ അഡ്രസ് കാണിക്കുന്നത് 2ന്റെ പവർ ആയിട്ടാണ് എന്നുള്ള രീതി നമുക്കറിയാം. ഓക്കെ, അപ്പൊ എന്തായാലും ഇവിടെ ഇൻക്രിമെന്റഡ് ബൈ 2 ആണ്. സോ 300302 ആണ് ലേക്കായിരിക്കും അടുത്തത് എന്ത് ചെയ്തിട്ടുണ്ടാവുക? അപ്ഡേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത്. അതായത് ഈ ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് പാർട്ടിൽ ഒരു രജിസ്റ്ററിലേക്കുള്ള രജിസ്റ്ററിന്റെ അതിലൊരു അഡ്രസ് വാല്യൂ ഉണ്ടായിരിക്കും. ആ അഡ്രസ് പോയിന്റ് ചെയ്യുന്നത് മെമ്മറി ലൊക്കേഷനിലേക്കായിരിക്കും. ആ ലൊക്കേഷനിൽ കണ്ടന്റ് ഓപ്പറന്റിനെ ഫെച്ച് ചെയ്തതിന് ശേഷം ഈ ഓട്ടോ അല്ലെങ്കിൽ ഈ അഡ്രസ് കണ്ടന്റിന് എന്ത് ചെയ്യും? ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യും. ഓക്കെ, ആ ഇൻക്രിമെന്റ് ചെയ്യുന്നത് ഡിപ്പെൻസ് ഓൺ അതിന്റെ ഇൻസ്ട്രക്ഷൻ, അതിന്റെ സൈസ് എന്താണോ അതിനനുസരിച്ചിട്ടായിരിക്കും. ഓക്കെ, സോ ഇതാണ് ഓട്ടോ ഇൻക്രിമെന്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ഓട്ടോ ഡിക്രിമെന്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഇതെന്താണോ അതേ സംഭവം തന്നെ. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓട്ടോ ഡിക്രിമെന്റ്. അതായത് മറ്റോടത്ത് ഇൻക്രിമെന്റ് ആയിരുന്നു, ഇവിടെ ഡിക്രിമെന്റ് ആണ് വരുന്നത്. ഓക്കെ, സോ the addressing mode is again a special case of register indirect addressing mode where effective address of the operand is equal to content of register minus step size. Okay, so in this addressing mode, first the content of register is decremented by step size d. Then step size d depends on the size of the operand accessed. After decrementing, the operand is read. Then only one reference to memory is required to fetch the operand. സോ ഇവിടെ നേരത്തെ നമ്മൾ ഇൻക്രിമെന്റ് ആയിരുന്നു, ഇവിടെ എന്ത് ചെയ്യും? ഡിക്രിമെന്റ് ചെയ്യും. അത്രേ വ്യത്യാസം വരുന്നുള്ളൂ. സോ അതാണ് ഓട്ടോ ഡിക്രിമെന്റിന്റെ കേസിൽ വരുന്നത്. അപ്പൊ ഇത്രയാണ് അഡ്രസ്സിംഗ് മോഡ്സിൽ പ്രധാനമായിട്ട് നോക്കാനുള്ളത്. നമ്മൾ ഇംപ്ലൈഡ് അഡ്രസ്സിംഗ് പറഞ്ഞു, ഇമ്മീഡിയറ്റ് പറഞ്ഞു, ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്, ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്, രജിസ്റ്റർ ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്, രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്, അതുപോലെ തന്നെ ഓട്ടോ ഇൻക്രിമെന്റ്, ഓട്ടോ ഡിക്രിമെന്റ് അഡ്രസ്സിംഗ് മോഡ്. ഇത്രയാണ് നമുക്ക് അഡ്രസ്സിംഗ് മോഡിൽ നോക്കാനുള്ളത്. സോ ഈ ഒരു ടോപ്പിക് നിങ്ങൾക്ക് ക്ലിയർ ആയി കാണും എന്ന് കരുതുന്നു. ഇതോടൊപ്പം നിങ്ങൾ അതിന്റെ എക്സാമ്പിൾസ്, ഓരോ ഇൻസ്ട്രക്ഷനും ഓരോ അഡ്രസ്സിംഗ് മോഡിന്റെയും വരുന്ന ഇൻസ്ട്രക്ഷൻ എക്സാമ്പിൾസ് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, സോ അത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത്. എനിവേ, താങ്ക് യു.